തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന്റെ കുത്തകയാണ് ഒരു കാലം വരെ. പക്ഷെ 2020 മുതൽ അവർക്ക് വലിയ ഒരു ഇടിവ് തന്നെ സംഭവിച്ചു. പ്രധാന പ്രതിപക്ഷം BJP ആയി മാറി. കോൺഗ്രസ് വെറും 10 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. 2020 ലോകത്താദ്യമായിട്ട് പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്നും പറഞ്ഞ് CPM ഉയർത്തിക്കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രൻ CPM-ന് തന്നെ വലിയ നാണക്കേടും തിരുവനന്തപുരത്തിന് തീരാ കളങ്കവും ഉണ്ടാക്കി മുന്നേറുമ്പോൾ BJP ഇവിടെ വലിയ നേട്ടം കൊയ്യുന്ന അവസരത്തിൽ CPM ഹാലിളകി. ആ ഹാലിളകിയ CPM കോൺഗ്രസ്സുകാരുടെ നേരെ വരെ ഇപ്പോൾ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, രണ്ടും കൽപ്പിച്ച്. അതുകൊണ്ട് അരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ ഇപ്പോൾ, അതായത് വാർഡുകളിൽ മൊത്തം CPM അങ്ങോട്ട് അഴിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുകയാണോ എന്നൊരു സംശയം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ CPM-ന്റെ കുത്തക സീറ്റായിട്ടുള്ള മുട്ടട വാർഡിൽ കാണുന്നത്. സാധാരണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയെ ഒന്നും കേരളം മുഴുവൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു വാർഡ് കേരളം മുഴുവൻ അറിയില്ല. കാരണം അത് പ്രാദേശികമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്ര സീറ്റ്, ഇത്ര വാർഡുണ്ട്, 101 വാർഡുകളുണ്ട്, അതിൽ ഇത്ര BJP കിട്ടി, ഇത്ര CPM, ഇത്ര കോൺഗ്രസ് എന്ന് മാത്രമേ മറ്റുള്ളവർ കണക്കെടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ഈ മുട്ടട വാർഡ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് നമുക്കറിയാം വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അതൊരു മികച്ച കാര്യം തന്നെയാണ്. കോൺഗ്രസിലെ കരുത്തനായ K. മുരളീധരനാണ് 101 വാർഡുകളിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അരുവിക്കരയിലെ 2021 സ്റ്റീഫനോട് പരാജയപ്പെട്ട മുൻ മന്ത്രി G. കാർത്തികേയന്റെ മകനായ ശബരിനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ, അതായത് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് K. മുരളീധരൻ ആ ജൈത്രയാത്ര മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോഴാണ് ഈ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണയ്ക്ക് എതിരെ CPM-കാര് അപ്പീലുമായി പോവുകയും CPM, അതായത് വൈഷ്ണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോട്ടില്ല, വോട്ടവകാശമില്ല, തിരിച്ചു ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹർജിക്കാരി ഇന്ത്യൻ പൗരയല്ലേ എന്ന വാദമില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. ഇതിന് CPM-ന് ഉത്തരവില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റ് വാർഡുകളിൽ അവർക്ക് വോട്ടില്ല എന്ന് പറയുന്നില്ല, മറിച്ച് ഈ CPM-ന് ഇവരുടെ കുത്തകയായിട്ടുള്ള ഇടത്ത് ഈ വനിതയുടെ ഇടപെടൽ ഇവരുടെ സീറ്റ് നഷ്ടപ്പെടുത്തുമോ എന്നൊരു ആദി ഇവർക്കുണ്ടായിരിക്കുകയാണ്. അതായത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ ഇവർ CPM എല്ലാ തരത്തിലുള്ള ഒത്താശയും നടത്തി നീക്കം ചെയ്തു എന്നാണ് പരാതി. പരാതി നൽകിയ ആളിന്റെ വീട്ടിലോ 22 പേരാണ്. അവര് പരാതി നൽകിയ ആളെന്ന് പറഞ്ഞാൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 22 പേർ അനധികൃതമായ വോട്ട് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ. CPM അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചതാണത്. വൈഷ്ണയെ എല്ലാ തരത്തിലും ഈ വാർഡിൽ നിന്ന് ഒതുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം ഈ CPM-ന്റെ നീക്കത്തിൽ ഈ വനിതാ നേതാവ് ഒരിക്കലും മുട്ടുമടക്കില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയിൽ പോയത്. കോടതി ശക്തമായ നാളെ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ ഇടപെടും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 24-കാരിയായ ഈ ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു യുവ വനിതയെ, അവരുടെ കഴിവുകളെ നിങ്ങൾ എന്തിന് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ധിക്കാരവും നിങ്ങൾക്കാകാമല്ലോ. CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള തരത്തിലും പരാതി വളരെ ശക്തമായി തീർന്നിരിക്കുകയാണ്. ഈ ഊർജ്ജസ്വലയായ ഈ പെൺകുട്ടി അവരുടെ കോട്ട തകർക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സമ്പൂജ്യരായി മാറുമെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്.
രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ മുട്ടടയിൽ നിന്ന് വൈഷ്ണ കൊളുത്തിയ തിരി ഇപ്പോൾ ആളിക്കത്തുകയാണ്. അത് CPM-ന്റെ മറ്റ് ഇവർക്ക് ജയസാധ്യതയുള്ള വാർഡുകളിൽ പോലും പരാജയത്തിലേക്ക് പോകും. മുട്ടട ഇവർക്ക് വലിയ വിനയം ഉണ്ടാക്കി വെക്കുമെന്നുള്ളതാണ്. മേയർ ആര്യ രാജേന്ദ്രന് ആദ്യ തവണയാണ് 2020 ഇവിടെ മത്സരിച്ച് വിജയിച്ചു മേയറുമായി. സാധാരണ 2 ടേം പൂർത്തിയാക്കുമ്പോഴാണ് മാറ്റി നിർത്തുന്നത് CPM. ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തുക മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് നാട് കടത്തി കോഴിക്കോട്ടേക്ക് ആയിരിക്കും. ഭർത്താവിന്റെ വീട് അവിടെയാണല്ലോ. ബാലുശ്ശേരിയിലെ MLA ആണല്ലോ ഭർത്താവ്. ബാലുശ്ശേരിയിലെ MLA-ക്കും മേയർ ആര്യ രാജേന്ദ്രൻ കാരണം അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയും, തോൽക്കാൻ തന്നെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആര്യ രാജേന്ദ്രനെ ഇവിടുത്തെ ഒരു വാർഡുകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറക്കാതെ, കാരണം വിജയസാധ്യതയുള്ള വാർഡുകളിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണെന്ന് പാർട്ടി കണ്ടെത്തി. അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. അപ്പോഴാണ് മുട്ടടയില് പാർട്ടി തന്നെ ചില കാര്യങ്ങൾ പ്രതിരോധത്തിലാക്കി തീർത്തിരിക്കുന്നു. മുട്ടട CPM-ന്റെ കുത്തകയാണല്ലോ. മുമ്പ് മേയറായിരുന്ന CS ചന്ദ്രിക K ചന്ദ്രിക ആ വാർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈഷ്ണയാണ് താരമായി തീർന്നിരിക്കുന്നത്. അപ്പൊ മുട്ടട വാർഡിലൂടെ CPM-ന് ഇവിടെ തിരുവനന്തപുരത്ത് വലിയ പരാജയത്തിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് കൂടെ ഇപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വേട്ടയാടലല്ല നടത്തേണ്ടത്. ഇതിനകത്തൊരു ജനാധിപത്യ മര്യാദ ഇവർ പുലർത്തിയില്ല എന്നുള്ളതാണ്. കാരണം മത്സരിക്കാനുള്ളതാണ്. കോടതി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. അതായത് മറ്റൊരു ഡിവിഷനിൽ വോട്ടുണ്ടെന്ന തർക്കമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി വൈഷ്ണ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഹർജിയെ എതിർത്ത കോർപ്പറേഷനെയും കോടതി വിമർശിച്ചു എന്നുള്ളതാണ്. എതിർകക്ഷികൾക്ക് നോട്ടീസിനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ബോധപൂർവമായിട്ടുള്ള CPM-ന്റെ ഒരു ഇടപെടലായിരുന്നു. കാരണം ഇവർക്ക് ഇത് കൈമോശം വരും, ഈ വാർഡ് നഷ്ടപ്പെടും. ഇടയ്ക്ക് തുടർച്ചയായിട്ടുള്ള വിജയവും നല്ല രീതിയിലുള്ള വിജയവുമാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. മുട്ടട വാർഡിൽ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വലിയ നേട്ടവും വികസനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ ഇവിടെ ഒരു പുതുജീവൻ വെച്ചുകൊണ്ട് കയറി വരികയാണ്. അത് മുരളീധരന്റെ നേതൃത്വത്തിൽ. മുരളീധരന്റെ ഇടപെടൽ വളരെ ശക്തമാണ്. മുരളീധരൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വാർഡുകളിൽ പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. മുരളീധരന് എങ്ങനെ ഒരു മണ്ഡലം പോലും കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കരുണാകര പുത്രനാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇടങ്ങളിൽ നിന്നാണ് വരുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലം എങ്ങനെ സ്വന്തമാക്കി എന്നുള്ളത് നമുക്കറിയാം. ആ മണ്ഡലത്തിൽ തന്നെ കരുത്തനായിട്ട് തുടർന്നേനെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് വണ്ടി കയറ്റി ഓടിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം കോൺഗ്രസിൽ നിന്ന് അകറ്റിയത്. ആ കോൺഗ്രസിനെയാണ് തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി മുരളീധരന്റെ നേതൃത്വത്തിൽ അക്ഷീണ പ്രയത്നം നടത്തുന്നത്. അപ്പോൾ ആ പ്രയത്നത്തെ CPM-കാർ ഭയക്കുന്നുണ്ട്. അതാണ് നമ്മൾ മുട്ടടയിൽ കണ്ടത്.